ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് വളരെ നല്ല പ്രകൃതിയോടുകൂടി ചേർന്നിട്ടുള്ള ഒരു മലമുകളും അതിൻ്റെ കൂടെയുള്ള പാടങ്ങളും അതിൻ്റെ കൂട്ടത്തിലുള്ള ഒത്തിരി വേറെയും കുറേ പ്രകൃതി ഭംഗിയോടുകൂടി ചേർന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇത് കൊല്ലി ഹിൽസാണ്. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഫാൾസ്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്കാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. പുളിയഞ്ചോലി എന്നാണ് പേര് സ്ഥലത്തിൻ്റെ. ഇത് കൊല്ലി ഹിൽസാണ്. അപ്പോൾ ഈ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ആ ഒരു അംശമാണ് ഇവിടെ മൊത്തം കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അത് അടുത്ത ഹാർവസ്റ്റിന് വേണ്ടിയിട്ടുള്ള അപ്പുറത്തെ വശത്തും കുറേ കൃഷിപ്പാടങ്ങളാണ് ഇവിടെയുണ്ട്. ഞാൻ ബാക്കി ഇതിൻ്റെ തുടരെ കാണിക്കാനാണ് പോണത്. നല്ല വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇതാ വേനലായതുകൊണ്ട് വെള്ളം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയില്ല. എന്നാലും ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂഷൻ കാണിക്കാം. ഇതൊരു അമ്പലമാണ് കാണുന്നത്, ചെറിയതായിട്ടൊരു അമ്പലം. അതിനോടുകൂടി തന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇവിടെയും കൃഷിപ്പാടങ്ങൾ അപ്പുറത്തെ വശത്താണത്, റോഡിൻ്റെ മറുവശം അവിടെയും കാണാം. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. നമ്മൾ ഈ മലയുടെ വളരെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 1 കിലോമീറ്റർ കഷ്ടിച്ച് പോയാൽ മതി. ഇവിടെ അത്രയും വീടുകളുണ്ട്. ഇതിനോടുകൂടി കുറച്ച് കൃഷി, ഇവിടെ കപ്പ കൃഷി ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പം വയലിൽ ബാക്കി നെൽപ്പാടങ്ങളായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. നല്ല രസമാണ്. ഇവിടെ പലതരം പഴങ്ങളൊക്കെ നല്ലതായിട്ട് കിട്ടാറുണ്ട്. ചക്കയായാലും പേരയ്ക്കാണെങ്കിലും എല്ലാം നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ബാക്കിയും കാണിച്ചു തരാം. ഇത് ബാക്കിയുള്ള ഭാഗങ്ങളാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഞങ്ങൾക്ക് വളരെ അടുത്തുള്ള സ്ഥലമാണ് ഇതൊക്കെ. ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഇത് വളരെ അടുത്തായിട്ടുള്ള ഒരു നെൽപ്പാടങ്ങളാണ്. ഈ മലമുകളിലെ വെള്ളം തന്നെയാണ് ഇവർക്കൊക്കെ കൃഷിക്ക് വേണ്ടത്. ഇവിടെ അങ്ങനെ കിണറിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല വെള്ളം കിട്ടുന്നുണ്ടാവും. ഇതാ എന്ത് ഭംഗിയായിട്ടിരിക്കുന്നത് കണ്ട. ഇതൊക്കെ കൊല്ലി ഹിൽസാണ്. കൊല്ലി ഹിൽസിന് നമ്മുടെ റൂട്ട് വേറെയാണ്. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ പുളിയഞ്ചോല എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിലേക്ക് വരുന്ന ഒരു വഴിയാണിത്. എൻജോയ് ചെയ്യുക ഫ്രണ്ട്സ്. എനിക്കും ഈ തമിഴ്നാട്ടിൻ്റെ ഭംഗി എത്തിക്കണമെന്നുണ്ട്. ഇത് ട്രിച്ചി ഡിസ്ട്രിക്റ്റാണ് ഫ്രണ്ട്സ്. ബാക്കിയും കാണിച്ചു തരാം. സ്ഥലത്ത് ഒരുപാട് മരങ്ങളിരിപ്പുണ്ട്. അതിൻ്റെ വനത്തിലെ ഭംഗിയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ ഫാൾസിലെ വെള്ളം വന്നത് ഇവിടെ ഇതിലേക്കൂടെ ഒഴുകി പോകുന്നുണ്ട്. അതിൽ ഞാനിങ്ങനെ വള്ളിയൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് കാണിക്കണമെന്ന് തോന്നി. നല്ല കാഴ്ചയല്ലേ ഇത്? അടിപൊളി. ബാക്കിയും കാണിച്ചു തരാം. വെള്ളമുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മൾ പോകാനായിട്ട്, വെള്ളം കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. എന്നാലും ഈ ഭംഗിയും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുവാണ്. ഞങ്ങളൊക്കെ ഇതിൽ നിന്ന് ചെറിയ ചെറിയ കല്ലുകൾ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ അത്യാവശ്യം എന്തെങ്കിലും പൊടിക്കാനും പിടിക്കാനും ഒക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. കുറച്ച് ഏലക്ക പൊടിക്കാനോ കുരുമുളക് ചതയ്ക്കാനോ ഒക്കെ ചിലപ്പം പണ്ടത്തെ കാലത്ത് അതൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതൽ വീട്ടിലെടുത്ത് വയ്ക്കുക. ഇതൊക്കെ അപ്പുറത്തൊക്കെ വെള്ളം പോണ ശബ്ദം കേൾക്കാം ഫ്രണ്ട്സ്. കേൾക്കുന്നില്ലേ? നല്ല രസമല്ലേ? ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ വരും. രാവിലെ വരുമ്പോൾ ഇവിടെ ക്രൗഡൊന്നും അധികം ഉണ്ടാവില്ല. അങ്ങനെ രാവിലെ തന്നെ 6-7 മണിക്കൊക്കെ വീട്ടിൽ നിന്നും വരാറുണ്ട്. അങ്ങനെയാണ് പൊതുവെ പതിവ്. ഫ്രണ്ട്സ്, വളരെ കുറച്ച് വെള്ളം കാണുന്നുണ്ട്. എന്നാലും ഞാൻ ഇതാണ് പുളിയഞ്ചോലി കൊല്ലി ഹിൽസിൻ്റെ ഇതിൽ അടുത്ത് വരണേന്ന് പറഞ്ഞിട്ട് കാണിക്കാനാണ്. ഇത് മുകളിൽ കാണുന്നതൊക്കെ കൊല്ലി ഹിൽസാണ്. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ പാറക്കെട്ടുകളും അതിന് കുറച്ച് വെള്ളവും ഒക്കെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആറ്റിലുള്ള വെള്ളം കുറേ വരാറുണ്ട്. ഈ വെള്ളമാണ് നമുക്കവിടെ കൃഷിക്കൊക്കെ ഉപയോഗപ്പെടുന്നത്. അതും കൂടെ ഞാൻ നിങ്ങളോട് കാണിക്കുവാണ്. എന്തായാലും ബാക്കിയും കൂടെ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. മുകളിലേക്ക് പോകുമ്പോൾ ഇനിയും വെള്ളം ഉണ്ടാവും.
വളരെ ശുദ്ധമായ വെള്ളമാണ് മലമുകളിൽ നിന്ന് വരുന്നതല്ലേ, ക്ലീൻ വാട്ടറാണ്. നമുക്കിവിടെ കുളിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇവിടെ കുറേ മരുന്നുകളൊക്കെ, ഈ പച്ചമരുന്നുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ മല, കൊല്ലി ഹിൽസ്. നമ്മളുടെ ഈ കൊല്ലിമല ഒത്തിരി വിശേഷപ്പെട്ടതാണ്, പല മുനികളും തപസ്സിരിക്കുന്ന സ്ഥലമാണെന്ന് പറയും. എന്നിട്ട് അതുപോലെ തന്നെ അവിടെ വളരെ വലിയൊരു ക്ഷേത്രമുണ്ട്, അരപ്പളീശ്വരൻ എന്ന് പറഞ്ഞ ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട്. അവിടെ നല്ല ഒരു പഴയ അമ്പലമാണ് കേട്ടോ, നല്ല രസമാണ് അവിടെയൊക്കെ പോയി കാണാനായിട്ട്. പല ഐതിഹ്യങ്ങളും അതിനോടുകൂടി ചേർന്നിരിക്കുന്നുണ്ട്. അത് കാരണം നമ്മളിവിടെയൊക്കെ വരുമ്പോൾ ആ കൊല്ലിമലയിലൊക്കെ പോകുമ്പോൾ അവിടെ കുറേ മാർക്കറ്റുമുണ്ട്, എവിടെയും കിട്ടാത്ത ചില സാധനങ്ങളൊക്കെ. നല്ല ചക്കയൊക്കെ ഞാൻ കണ്ടിട്ട് അതിശയിച്ചിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ ചക്കയുടെ കേന്ദ്രമാണ്, എന്നാലും ഇവിടെ വരുമ്പോഴേക്കും അതിന് ഭയങ്കര ഒരു സ്വാദാണ്. പക്ഷേ വെള്ളമൊന്നും ഇറങ്ങിയിട്ടുണ്ടാവില്ല, മഴയൊക്കെ പെയ്തിട്ടൊക്കെ. പക്ഷേ നല്ല വെടിച്ച് ഇങ്ങനെ വിണ്ട് കീറിയാൽ വരണത് ചക്കപ്പഴം പഴുക്കുമ്പോൾ. ഞാൻ അത് കണ്ടപ്പം എനിക്ക് അതിശയം തോന്നി. നമ്മളവിടെയൊക്കെ ചൂട് നോക്കണം, വെടിച്ച് പഴുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കാത്തിരിക്കും. നമുക്ക് ടൗൺ ഏരിയയിൽ കിട്ടുന്നത് കുറവാണല്ലോ, വീടുകളിലും എല്ലാം ആണെങ്കിലും നാട്ടുമ്പുറങ്ങളിലൊക്കെ നന്നായിട്ട് ചക്ക കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ആ ചക്കപ്പഴമൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ളതൊക്കെ, അതൊക്കെ ഞാൻ ഇതിലൂടെ ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് മാത്രം കേട്ടോ ഫ്രണ്ട്സ്. ഒന്നും നമ്മളെ കേരളത്തിന് ഒരു വിധത്തിലും ഞാൻ കുറച്ച് കാണില്ല, പക്ഷേ ഇവിടെ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, അതും ഞാൻ നിങ്ങൾക്ക് പറയുന്നു എന്ന് മാത്രം. നല്ല ഭംഗിയില്ലേ ഫ്രണ്ട്സ്, നല്ല ക്ലിയർ വാട്ടറാണ്. ഒരു മല പെയ്തു കഴിഞ്ഞാൽ ഈ മലമുകളിൽ നിന്നും വെള്ളം അങ്ങനെ വന്ന് നാട്ടിൻപുറങ്ങളുടെയൊക്കെ ഉള്ള ഓരോ സ്ഥലത്തിനുമൊക്കെ നല്ല വെള്ളച്ചാട്ടം ഉണ്ടാവാറുണ്ട്. എനിക്കത് അതിശയം തോന്നിച്ചാൽ താഴെ മഴയും ഒന്നും ഉണ്ടാവില്ല, വെള്ളം ഒന്നും അങ്ങനെ നമുക്ക് വരാനുള്ള സാധ്യത. പക്ഷേ ഈ മലമുകളിൽ മഴ പെയ്യുമ്പോഴേക്കും താഴേക്ക് നല്ല കൃഷിക്കൊക്കെ നല്ല വെള്ളം കിട്ടും. അത് കാരണം ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഈ മലമുകളിൽ ആശ്രയിക്കുന്നതും അവിടുത്തെ ആ ശിവൻ്റെ അമ്പലത്തിന് ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഭയങ്കര വിശ്വാസമാണ് ആ കാര്യത്തിൽ. ആ ഭഗവാൻ കനിഞ്ഞിട്ട് വേണം നമുക്ക് നല്ല മഴ കിട്ട് കൃഷി നന്നാവാൻ എന്ന് പറഞ്ഞുള്ള ഒരു നല്ല വിശ്വാസം ഇവിടെ ഉള്ളവർക്കുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ പ്രകൃതി ഭംഗി നിങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഉള്ളിലോട്ട് പോകും തോറും വളരെ നല്ല ഭംഗിയായി. ഇപ്പോൾ ഇത് 2 ഡിവിഷനായിട്ടാണ് വെള്ളം അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് വരുന്നത്. ഇനി കുറച്ച് ദൂരം ഈ നടുക്കുള്ള ഈ വഴി കൂടെ പോകണം. എന്താ ഈ വഴി കൂടെ പോയി കഴിയുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ആ കാട്ടിൻ്റെ ഇടയിൽ കൂടെ നടക്കാനും ഒക്കെ നല്ല ഭംഗി. ഇവിടെ പേടിക്കാനൊന്നും ഒട്ടുമില്ല കേട്ടോ. താഴെ കുറേ വീടുകളൊക്കെ ഉണ്ട്, പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് താമസ സൗകര്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറയണേക്കാം. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ താമസിച്ചിട്ടില്ല എന്ന് മാത്രം. ഫ്രണ്ട്സ്, ഈ പുളിയഞ്ചോലയുടെ മറ്റൊരു വശത്തുള്ള കാഴ്ചയാണിത്. കുറച്ചുകൂടി ഇങ്ങനെ കയറി പോകാൻ പറ്റും. കുറേ ഇങ്ങനെ വെള്ളം ആ പുഴയിലൂടെ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതേ മുകളിൽ അതിൻ്റെ കുറച്ച് പവർ പ്ലാന്റ് ഒരെണ്ണം ഇവിടെ ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ നമ്മളെ അയൽ സംസ്ഥാനത്തു നിന്നുള്ളവരൊക്കെ കുറേ പേര്, ഹിന്ദി പറഞ്ഞവരെ പ്രത്യേകിച്ച് ഞാനിവിടെ കാണാറുണ്ട്. അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ അവരൊക്കെ വളരെ കുറവായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ താഴെയും കുറച്ച് ഇതിൻ്റെ കണ്ടിന്യൂഷൻ വർക്ക്, ഇവിടെ നിന്ന് പവർ റെഡിയായിട്ട് സപ്ലൈയിൽ ഉള്ളതിൻ്റെ ബാക്കിയും അവിടെയൊക്കെ അതിൻ്റെ മെഷീൻസൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ ഈ പുളിയഞ്ചോലയിലെ ഈ വെള്ളം ഇങ്ങനെ ഏതെല്ലാം രീതിയിലാണ് എല്ലാവർക്കും ഗുണമാവുന്നെന്നുള്ളത് നിങ്ങളും കാണുക. ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. ഞാൻ ഇനിയും നല്ല കാഴ്ചകൾ നിങ്ങളെടുത്ത് ബാക്കിയും കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് കാണിച്ചു തരാം. നിങ്ങളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാനായിട്ട് ഫ്രണ്ട്സ്, ഞാൻ ബാക്കിയും കാണിച്ചു തരാം. നല്ല ക്ലീൻ വാട്ടറാണല്ലോ ഫ്രണ്ട്സ്, നന്നായിട്ട് അത് കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്? നല്ല രസമുണ്ട്. ഞാൻ ബാക്കിയും കാണിച്ചു തരാം. നല്ല ശുദ്ധമായ വെള്ളം, നല്ല പിന്നെ ഔഷധ ഗുണമുള്ള വെള്ളം എന്ന് പറയണേക്കാം. അങ്ങനെ ഒത്തിരി ഔഷധങ്ങളൊക്കെ ഈ മലമുകളിൽ ഒരുപാടുണ്ടെന്ന് പറയണേക്കാം. ബാക്കിയും കാണിച്ചു തരാം ഫ്രണ്ട്സ്. ആ വെള്ളമൊക്കെ പോണതിൻ്റെ സൈഡിൽ കൂടെ തന്നെ വഴിയുണ്ട്. ഈ വഴി കൂടെയാണ് നമുക്ക് നടന്ന് മലമുകളിലേക്ക് കയറിപ്പോവേണ്ടത്. നമുക്കിപ്പോൾ സപ്പോസ് ചിലർക്കൊക്കെ അങ്ങനെ ബൈ റോഡ് പോണതിനെ കാണും ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത്, ട്രക്കിങ്ങിന് പോണവരായിക്കോട്ടെ.
അവരൊക്കെ ഇതിലിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വഴികളുണ്ട്. ഈ വഴി കൂടെയൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും. നല്ല ഭംഗിയാണ്, സേഫാണ് കേട്ടോ, പേടിക്കാനൊന്നുമില്ല. നല്ല സ്ഥലമാണ്. ഗാർഡുണ്ട് താഴെ, അവരുടെ അടുത്ത് പെർമിഷനൊക്കെ മേടിക്കേണ്ടി വരും. ഈ ബൈ റോഡ് പോവുകയാണെങ്കിൽ നാമക്കൽ, തമ്മമ്പട്ടി അങ്ങനെയൊരു സ്ഥലമുണ്ട്. അതിലേ കൂടെ വേണം ബൈ റോഡ് പോകാനുള്ളത്. ഈ പുളിയഞ്ചോലയ്ക്ക് ഞങ്ങൾ ഈ വന്നതുപോലെ ട്രിച്ചി ഡിസ്ട്രിക്റ്റിൻ്റെയും സേലം ഡിസ്ട്രിക്റ്റിൻ്റെയും വളരെ ചേർന്നിട്ടാണ് കിടക്കണത്. ഹസ്ബൻഡ് പറയാറുണ്ട് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലം ട്രിച്ചി ഡിസ്ട്രിക്റ്റും ഗാർഡനിൽ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം നമ്മൾ ഇത് സേലം ഡിസ്ട്രിക്റ്റുമാണ് പറയും. എന്തായാലും ഈ വേനലിൽ നല്ലൊരു തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ കണ്ട പാറമട നല്ല രസമാണ്. എനിക്ക് ഈ പലതിലൊക്കെ ഞാൻ പാറമട എന്നൊക്കെ പറഞ്ഞൊക്കെ ശരിയാവോ എന്തോ, പക്ഷേ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. എൻജോയ് ചെയ്യുക കേട്ടോ. ചെറിയ ചെറിയ പിഴകളൊക്കെ, ഞങ്ങളൊക്കെ 3-4 ഭാഷകളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞങ്ങൾ മാറ്റിയിടും. എല്ലാം നമ്മളുടെ ഭാരതം ആ കണക്കിലെടുത്താൽ മതി. അതാണ് നമ്മൾ കാണുന്നത്. സൗത്ത് ഇന്ത്യയിലുള്ള ഭാഷകളൊക്കെ മിക്കവാറും എല്ലാത്തിനും ഒരു സിമിലാരിറ്റി ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോൾ വിചാരിക്കും ഇത് മലയാളത്തിലുള്ള വാക്കാണല്ലോ എന്ന് വിചാരിക്കും. ചിലപ്പോൾ തമിഴിലെ വാക്കായിരിക്കാം. അതിവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരും ഉണ്ട് കേട്ടോ. ഞാൻ ബാക്കി കാണിച്ചു തരാം, ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഇറിഗേഷൻ്റെ ഉണ്ട്, ഇറിഗേഷനിലെ പവർ പ്ലാന്റ് ഫ്രണ്ട്സ്. അതിൻ്റെ ഭാഗമായ പവർ പ്ലാന്റിൻ്റെ ഭാഗമായ സബ്സ്റ്റേഷൻ, ജനറേറ്റർ എല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതൊന്നും പണ്ടത്തെ കാലങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിങ്ങനെ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നു മാത്രം. അത് നല്ല കാര്യമാണല്ലോ. നമുക്ക് ഏതൊരു കാര്യവും നമ്മൾ പ്രകൃതിയോട് കൂടി ചേർന്നിട്ട് അതിനെ നശിപ്പിക്കാത്ത രീതിയിൽ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പവർ പ്ലാന്റ് ഇപ്പോൾ ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അതിൻ്റെ കാരണം ചിലതൊക്കെ പറഞ്ഞു തരുന്ന വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ പിടിയില്ലാത്തത്. ഹസ്ബൻഡിൻ്റെ ഏരിയയാണിത്. പുള്ളി കൊച്ചുകാലം മുതലേ ഇങ്ങനെ ഇവിടെ വരുന്ന കാര്യവും എല്ലാം പറയാറുണ്ട്. ഇങ്ങനെ നടന്നു കയറുന്നത് ആദ്യകാലത്തൊക്കെ നടന്നു കയറുക ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കാം. എന്തായാലും എനിക്കിതൊക്കെ ഇപ്പം ഒരു അത്ഭുതത്തോടെയാണ് ഞാൻ കേട്ട് നിൽക്കുന്നത്, പഴയ ഒരു കഥ എന്നുള്ള മട്ടിൽ. നല്ല വാളംപുളിയുടെ മരങ്ങളൊക്കെ ഇവിടെ ഉള്ളത്, അത് ഒത്തിരി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ഇതവിടെ ഇലയും കായും എല്ലാം കിടക്കുന്നുണ്ട്. അതും ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്ഥലത്തിൻ്റെ പേര് പുളിയഞ്ചോല എന്നാണ്. അതുകൊണ്ട് പറയുന്നത് അടിപൊളിയായിട്ട് നിൽക്കുന്നില്ലേ, വലിയ പുളിയന്തടികളാണ്. അതാണ് ഞാൻ നിങ്ങളടുത്ത് കാണിക്കുന്നത്. ഇറങ്ങുന്ന വഴിയാണ് ഫ്രണ്ട്സ്. ഈ ഇറങ്ങുന്ന ഈ വഴി കൂടെയാണ് നമ്മൾ കാർ പാർക്കിങ്ങിലേക്ക് പോവേണ്ടത്. നേരെ കാണുന്നത് ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും ഇവിടെ ഫ്രണ്ട്സ്. ഇതാണ് നമ്മളുടെ മലമുകളിലെ കൊല്ലി ഹിൽസിൻ്റെ അവിടെ. ഇപ്പം ഞാൻ നിൽക്കുന്നത് സേലം ഡിസ്ട്രിക്റ്റിലാണ്. അതിൻ്റെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഇതാണ്. ഈ ടിക്കറ്റ് എടുക്കുന്നത് ശരിക്കും സേലം ഡിസ്ട്രിക്റ്റിലെ ആൾക്കാരാണ്. പക്ഷേ ഞാൻ ഈ ബോർഡർ കഴിഞ്ഞ് ഇപ്പുറത്ത് പോകുമ്പോൾ ട്രിച്ചി ഡിസ്ട്രിക്റ്റിലേക്ക് വന്നു. നിങ്ങളുടെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞു തരണമല്ലോ. ഇതൊരു വ്യൂ പോയിൻറ്റിന് വേണ്ടിയിട്ട് പണിതുകൊണ്ടിരിക്കണമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, പിന്നെ വഴിയരികിലെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ നമ്മളെ മങ്കിച്ചേട്ടന്മാരുണ്ട്. എന്താണ് കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. വേസ്റ്റ് ഒന്നും വിട്ട് വയ്ക്കത്തില്ല, അതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബാക്കി എൻ്റെ എൻട്രൻസ് ഏരിയ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു അമ്പലം കണ്ടു, അതും കൂടെ നിങ്ങളായിട്ട് കാണിക്കുവാണ്. വെള്ളമാണ് അവിടെ നിന്ന് വരുന്നുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇതെല്ലാം പുളിയഞ്ചോലയുടെ താഴ്ഭാഗത്ത് വരുന്ന ചെറിയ ചെറിയ നാട്ടിൻപുറങ്ങളിലുള്ള സ്ഥലങ്ങളാണ്. കൃഷിപ്പാടങ്ങളും കുറച്ച് വീടുകളൊക്കെ ഉണ്ടാവും. വില്ലേജാണ്, ഇവിടുത്തെ നാടൻ പ്രദേശങ്ങളാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. തമിഴ്നാട് ഉൾനാടൻ പ്രദേശങ്ങൾ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ഹസ്ബൻഡിൻ്റെ നേറ്റീവ്. എൻ്റെ ട്രിച്ചി അല്ല, എൻ്റെ നാഗർകോൾ ടു തിരുനെൽവേലി ആ ഡിസ്ട്രിക്റ്റാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് ജനിച്ച് വളർന്നതെല്ലാം. ബോർഡർ ഏരിയ ആയതുകൊണ്ട് എനിക്ക് കല്യാണം ഇവിടെ ആയതുകൊണ്ട് ഞങ്ങളിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പോവാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തിരി കൂടുതലായിട്ട് ഇവിടെ വരാറുണ്ട്. സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് വരും. ഇവിടെ എല്ലാം ഇങ്ങനെ ഈ പമ്പ് സെറ്റ് ഒരുപാട് ഇങ്ങനെ കാണും കേട്ടോ. വെള്ളം വരുന്നേണ്ട ഈ വെള്ളമൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടാണ്. ഇവിടെ കിണറുണ്ടാവും അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ. അതാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. കുറേ പക്ഷികളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണിക്കുന്നോന്ന് എനിക്കറിയില്ല. അതാ നന്നായിട്ട് കാണാൻ കിട്ടുന്നുണ്ട്. നല്ല രാവിലെ
ഒരു 7:30-8 മണി സമയമാണിത്. വേനലായതുകൊണ്ട് ഇത്തിരി നന്നായിട്ട് കാണിച്ചു തരാം. വേനലായതുകൊണ്ട് ഇത്തിരി നേരത്തെ വെയിൽ വരുന്നുണ്ട്, ചൂടുണ്ട്. അതുകൊണ്ട് നമ്മൾ എറണാകുളത്തും ഇപ്പം നല്ല ചൂടാണ്. ഞാൻ അവിടെ നിന്നാണ് വന്നത്. എറണാകുളത്ത് നല്ല ചൂട് തന്നെയാണ്. നല്ല മകരത്തിലെ കൊയ്ത്ത് കഴിഞ്ഞ് ഇതിപ്പോൾ മേടമാസമായി. അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ഞാറ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് തലയുയർത്തി അങ്ങനെ വളരുവാണ്. നമ്മളെ നെൽപ്പാടങ്ങളാണ് ഇതൊക്കെ. നമ്മളെ ഗൾഫിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ പച്ചപ്പ് കാണുമ്പോൾ വളരെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതാണ് ഞാൻ നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നത്. തമിഴ്നാട്ടിൻ്റെ ഭംഗിയുമുണ്ട്, കേരളത്തിൻ്റെ ഭംഗിയും ഞാൻ കാണിക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ.